കൊണ്ട് പോവാൻ തോന്നുന്നില്ല. മഷി ബ്രഷ് കൊണ്ടുവന്നില്ലായിരുന്നു, അപ്പൊ ബ്രഷ് ഉണ്ട്. ഹായ് എവരിവൺ, വെൽക്കം ബാക്ക്. ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ മലേഷ്യ പോയതിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഡേ 1 ഫുള്ളായിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ്. നമ്മൾ എങ്ങനെയാണ് ഈ മലേഷ്യയിലെത്തിയത് എന്നൊക്കെയുള്ള വഴിയെ പറയുന്നതായിരിക്കും. അപ്പോൾ ഡേ 1 നമ്മൾ തലേ ഡേ നൈറ്റിൽ തന്നെ കാലിക്കറ്റിൽ നിന്ന് ഫ്ലൈറ്റ് കയറി. അപ്പോൾ പിറ്റേ ഡേ മോർണിംഗിൽ നമ്മൾ മലേഷ്യ ലാൻഡ് ചെയ്തിട്ടുള്ളൊരു 4 hours ഉണ്ട് നമുക്ക് മലേഷ്യയിലേക്ക്. അപ്പോൾ മോർണിംഗായി കണ്ണ് തുറക്കുമ്പോൾ തന്നെ കാണുന്നത് ഇതാണ് കേട്ടോ. ഫസ്റ്റ് ക്ലൗഡ്സ് ആണോ ഇത് വാട്ടർ ആണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ പിന്നെ സൂക്ഷ്മമായി നോക്കുന്നുണ്ടായിരുന്നു. പിന്നാണ് എനിക്ക് മനസ്സിലായത് താഴെ ഒരു ബോട്ട് കണ്ടപ്പോൾ ഇപ്പോൾ മുകളിലുള്ളത് ക്ലൗഡ്സും താഴെയുള്ളത് വാട്ടറും തന്നെയാണ്. കാരണം നമ്മുടെ വ്യൂവിൽ രണ്ടും സെയിമായിട്ട് തന്നെയാണ് ഇത്. അപ്പോൾ ഇതിപ്പോൾ ലാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ വയ്യ കാണാം. ഡേ 1 നമുക്ക് റൂം ചെക്ക് ഇൻ ചെയ്യുന്നത് ഒരു 1 o'clock കഴിഞ്ഞിട്ടാണ്. സോ മോർണിംഗ് കുറേ ആക്ടിവിറ്റീസ് കഴിഞ്ഞിട്ട് റൂമിലേക്ക് നമ്മൾ നേരെ പോവുള്ളൂ. പല്ല് പോലും വെച്ചിട്ടില്ല കേസ് പോകെ. നെക്സ്റ്റ് നമ്മളോട് മെയിനായിട്ട് ഇവിടെ വരുമ്പോൾ തന്നെ ഇവിടുത്തെ സിം എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വന്നത് ഒരു ട്രിപ്പ് ഹോളിഡേയ്സ് എന്ന് പറഞ്ഞൊരു പാക്കേജ് ത്രൂ ആണ്. അപ്പോൾ അവർ പറഞ്ഞ പോലെ തന്നെ ഇവിടെ എത്തിയപ്പോഴും എല്ലാ കാര്യങ്ങളും അടിപൊളിയായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സിം എടുക്കുന്നതിൽ അവർ മെയിനായിട്ട് പറഞ്ഞതിൻ്റെ കാരണം നമുക്ക് ഹോട്ടലിൽ മാത്രമേ വൈഫൈ അവൈലബിൾ ഉള്ളൂ, പിന്നെ എയർപോർട്ട്സിലും കാര്യത്തിലൊക്കെ കിട്ടും. ബട്ട് നമുക്ക് പുറത്തിറങ്ങി കഴിഞ്ഞിട്ടും വരുമ്പോഴും ഒക്കെ നമ്മുടെ ആളോട്ട് കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ സിം മെയിനായിട്ട് എടുക്കണമെന്ന് പറഞ്ഞിരുന്നു. സിമ്മിലൂടെ ഒരു 5 ringgit വരുന്നുണ്ട്, അതായത് മലേഷ്യൻ കറൻസിയാണ് റിംഗിറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ഇവിടുത്തെ ഒരു 19 point something ആയിരുന്നു നമ്മൾ ആ ടൈമിൽ പോയപ്പോൾ ഉള്ള വാല്യൂ. ഒരു 20 നമ്മുടെ ഇവിടുത്തെ ഒരു 20 rupees അവിടുത്തെ ₹1 എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സിമ്മിനൊരു 5 ringgit 25 അങ്ങോട്ട് 5 or 25 അങ്ങനെ കണ്ടായിരുന്നു, ശരിക്കും ഓർക്കുന്നില്ല. സിമ്മിന് അത്രേ വരുന്നുള്ളൂ. അപ്പോൾ സിം എന്താണ് നമ്മൾ എടുക്കണം, എന്നാൽ മാത്രമേ നമുക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇവിടുത്തെ എയർപോർട്ടിന് പറഞ്ഞാൽ ശരിക്കും മോളാണെന്ന് ചിന്തിച്ചു അതുപോലെ കണ്ടിട്ട് കാണാൻ. പിന്നെ നമ്മുടെ ആൾ ഓൾറെഡി വെയിറ്റ് ചെയ്യാൻ, കാരണം നമ്മുടെ ഫ്ലൈറ്റ് ഓൾറെഡി ഡിലേ ആയിരുന്നു, എന്നിട്ട് പോലും പറഞ്ഞ ടൈമിൽ പോലും ആളവിടെ വെയിറ്റ് ചെയ്യുന്നതായിരുന്നു. പിന്നെ നമ്മൾ കൂടുതൽ കറങ്ങാണ്ട് നേരെ തന്നെ ഇറങ്ങി. ഇപ്പോൾ മോർണിംഗ് ആയതുകൊണ്ട് ഫുഡൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ നേരെ ഇവിടെയുള്ള ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നു. ഇതിപ്പോൾ നോർമൽ ടേസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെയുള്ള ടൈപ്പ് ഫുഡ് തന്നെ. ഇപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് ഒരു മലപ്പുറത്തുള്ള ആൾ തന്നെയാണ് ഇവിടെ ഹോട്ടലിലുള്ളത്. സോ വന്നപ്പോൾ തന്നെ ഒരു മലയാളീനെയാണ് കണ്ടത്. പിന്നെ നമ്മുടെ ഡ്രൈവറും ഒരു തമിഴനായിരുന്നു. അപ്പോൾ നമ്മൾ അവിടുന്ന് ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞപ്പോൾ ഒരു നമ്മുടെ നാട്ടിലെ ഒരു 400 something എന്തോ ആയിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ചെറിയ റിംഗ്സിൽ വരും. അപ്പോൾ റൂം നമുക്ക് ഉച്ചയ്ക്ക് ചെക്ക് ഇൻ ചെയ്യാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ മോർണിംഗ് കുറച്ച് നമ്മൾ ആക്ടിവിറ്റീസും കാര്യങ്ങളും ഒക്കെ കണ്ടിട്ടായിരിക്കും, കുറച്ച് പ്ലേസൊക്കെ വിസിറ്റ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇവിടെയുള്ളൊരു മോസ്കിലേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത്. പിന്നെ മോസ്കിൻ്റെ പുറത്ത് കുറേ ഇതുപോലുള്ള ഐറ്റംസൊക്കെ നമുക്ക് ഷോപ്പ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ കുറച്ച് ഫുഡ്സ്, ഡ്രിങ്ക്സ്, അങ്ങനെ കുറേ കുഞ്ഞു സ്റ്റോൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളൊരു ഡ്രിങ്ക്സ് അവിടെ നിന്ന് വാങ്ങി ട്രൈ ചെയ്തു. സംഭവത്തിൽ കാണുമ്പോൾ നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ നന്നായിട്ട് പാളിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ ഇത്ര ടൈം നമുക്ക് തരും, ഒരു 1 hour 2 hour ഒക്കെ നിങ്ങൾക്ക് അവിടെ സ്പെൻഡ് ചെയ്യാം. അതുവരെ നമ്മുടെ ഡ്രൈവർ അവിടെ വെയിറ്റ് ചെയ്യും. ഇനി നമ്മൾ നേരെ റൂമിലേക്ക് പോവുകയാണ്. ചെക്ക് ഇൻ ടൈം ആയിട്ടുണ്ട്, ഒരു ഉച്ചയ്ക്കൊരു 2 PM ഒക്കെ ആയിട്ടുണ്ട്. ഇനി കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ട് ഇനി നൈറ്റിലാണ് ബാക്കി പരിപാടികൾ. നമ്മുടെ 9:30 fire
We have pool. റൂം അങ്ങനെ റോണി ആരും കൊണ്ടൊരു മിസ്റ്റർ അശോക് Have also escaped. Okay. കുഴപ്പമില്ലല്ലേ മഷി ബ്രഷ് ഉണ്ടെന്നില്ലായിരുന്നു അപ്പൊ ബ്രഷ് ഉണ്ട്. അപ്പോൾ ഇവിടെ കുറച്ച് നേരമൊക്കെ റെസ്റ്റ് കഴിഞ്ഞു. ഒരു ഈവനിങ് ഒക്കെ ആയപ്പോൾ ആൾ പറഞ്ഞു നൈറ്റിൽ ഒരു 7 o'clock റെഡിയായി നിന്നു. അപ്പോൾ ഇനി ഇവിടെയുള്ള മോൾസ് അങ്ങനെ എന്തൊക്കെ കുറച്ച് സിറ്റി അങ്ങനെ കുറച്ച് സ്ട്രീറ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ നൈറ്റിൽ റെഡി ആയിട്ട് നിൽക്കുകയാണ് പോകാൻ വേണ്ടിയിട്ട്. നല്ല ക്ലിയറില്ലേ? വേണ്ട ലോകം ഇതുണ്ട് ഇത് ഞാനൊട്ട് പോകുന്നില്ല, എനിക്കൊട്ട് പോകാൻ തോന്നുന്നില്ല. ബാ കടയങ്ങ് വാങ്ങിയാലോ? Fancy chocolates, huh? White chocolate. അങ്ങനെ അവിടുന്ന് കുറച്ച് പർച്ചേസിങ് ഒക്കെ കഴിഞ്ഞ് അവിടുന്ന് ഇറങ്ങി ഇനി നമ്മൾ നെക്സ്റ്റിലേക്ക് പോവാണ്. ഇനി നമ്മൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് അപ്പുറത്തെ ഒരു സൈഡിൽ ഫുൾ ഫുഡിൻ്റെ ഒരു സ്ട്രീറ്റാണ്. അപ്പോൾ നേരെ നമ്മൾ അങ്ങോട്ടേക്ക് പോവാണ് കേട്ടോ. നമ്മുടെ നാട്ടിലെ വെറുതെ കിട്ടുന്ന ചക്കയൊക്കെ ഇവിടെ പാക്ക് ചെയ്തിട്ട് സെയിലാക്കാൻ വേണ്ടി നല്ല റേറ്റിനാണ് കേട്ടോ ഇവർ വെച്ചേക്കുന്നത്. അതുപോലെ കരിക്കൊക്കെ ആണെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള മോഡലാണ്. അപ്പോൾ നമ്മളൊരു കരിക്ക് വിത്ത് ഐസ്ക്രീം വെച്ചപ്പോൾ തന്നെ 12 റിംഗിറ്റ്സ് ആയി. നാട്ടിലെ ഒരു 12x20 വെച്ച് നോക്കിയാൽ ജസ്റ്റ് ഒരു ഐസ്ക്രീമിൻ്റെ റേറ്റ് നോക്കാം കേട്ടോ. പിന്നെ നമ്മൾ മലേഷ്യൻ ഫുഡ്സ് തന്നെ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ഒരു സ്റ്റാളിൽ കയറി. പിന്നെ ഇവിടെ ഒരുപാട് മുസ്ലിംസ് കൂടുതലായതുകൊണ്ട് തന്നെ ഓരോ ചൈനീസ് റെസ്റ്റോറൻറ്റിൻ്റെയും മിക്കയിടത്തും ഹലാൽ നോൺ ഹലാൽ എന്ന് എഴുതി വെക്കും. മിക്ക ചൈനീസ് ഫുഡുകളും ഹലാൽ ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ അവർ മുന്നിൽ എഴുതി വെക്കും, അല്ലെങ്കിൽ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ തന്നെ അവർ പറയും ഇത് ഹലാലല്ല എന്നുള്ള കാര്യം. അത് മോൾസിലാണെങ്കിലും സ്ട്രീറ്റിലാണെങ്കിലും എവിടെ അങ്ങനെ തന്നെ. പിന്നെ ഓൾറെഡി നമ്മുടെ ടൈം കഴിഞ്ഞിട്ടുണ്ട്. 2 hours എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോൾ തന്നെ ഒരു 4 hours അടുത്തായി. അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി ജസ്റ്റ് എല്ലാം ഒന്ന് കണ്ടിട്ട് പെട്ടെന്ന് വിട്ട പണി കഴിഞ്ഞിട്ട് പോകാമെന്ന് വെച്ചു. കാരണം നമ്മുടെ ഇൻക്ലൂഡ് ഉള്ള ടൈമിലെ അവർ നമുക്ക് നിൽക്കുകയുള്ളൂ. ഇനി എക്സ്ട്രാ വന്നാൽ അത് നമ്മൾ എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുക്കുന്നതിന് നമ്മുടെ എക്സ്ക്ലൂഷൻ ആയിട്ടുള്ള ആക്ടിവിറ്റീസിലേക്ക് പോകും. നമ്മൾ നേരെ പോകണം. പിന്നെ ഇങ്ങോട്ടേക്കൊക്കെ വരാമെന്ന് ഓർത്തു, പക്ഷെ നമ്മൾ പിന്നെ വന്നിട്ടില്ല കേട്ടോ ഇങ്ങോട്ട്. കാരണം ഡെയിലി നമ്മൾ പല സ്ഥലത്തേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ റൂമിലേക്ക് വന്നു. അപ്പോൾ ഇന്ന് ഇത്രേ ഉള്ളൂ. ബൈ.